മൂന്നാം നരേന്ദ്രമോദി സർക്കാരിൽ പതിവ് തെറ്റിക്കാതെ മികവിന്റെ സാന്നിധ്യമായി സ്ത്രീ പ്രാതിനിധ്യവും 2 ക്യാബിനറ്റ് മന്ത്രിമാർ ഉൾപ്പെടെ 7 വനിതകളാണ് ഇത്തവണ മന്ത്രിസഭയിലുള്ളത്. I, Nirmala Sitharaman, do swear in the name of God that I will bear true faith and allegiance to the Constitution of India as by law established. സുപ്രധാന വകുപ്പിൽ മുൻ ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ എത്തുമ്പോൾ അന്നപൂർണ ദേവിയും ക്യാബിനറ്റ് പദവിയിലുണ്ട്. ശോഭ കരന്തലജെ, രക്ഷാ ഖഡ്സെ, സാവിത്രി താക്കൂർ, നിമൂബൻ ബംഭാനിയ, അപ്നാദൾ MP അനുപ്രിയ പട്ടേൽ തുടങ്ങിയവരാണ് സഹമന്ത്രി പദവി അലങ്കരിക്കുന്ന മറ്റു വനിതകൾ. 3ാം തവണയാണ് നിർമ്മല സീതാരാമൻ മോദി സർക്കാരിൽ അംഗമാകുന്നത്. 2014 വ്യവസായ വാണിജ്യ മന്ത്രിയായി, പ്രതിരോധ മന്ത്രിയായും അവർ കരുത്തുകാട്ടി. ഇന്ദിരാഗാന്ധിക്ക് ശേഷം പ്രതിരോധം കൈയാളിയ വനിത എന്ന ഖ്യാതിയും അവർ സ്വന്തമാക്കി. ധനമന്ത്രിയായി മുഴുവൻ കാലാവധിയും പൂർത്തീകരിച്ച ആദ്യ വനിത എന്ന ചരിത്രവും സൃഷ്ടിച്ചു. अनुप्रिया पटेल सत्यनिष्ठा से प्रतिज्ञा करती हूँ कि मैं विधि द्वारा स्थापित भारत के संविधान के प्रति सच्ची श्रद्धा और निष्ठा रखूंगी. ഉത്തർപ്രദേശിലെ മിർസാപൂർ ലോക്സഭാ മണ്ഡലത്തിൽ സമാജ്വാദി പാർട്ടിയുടെ എതിരാളിയെ വൻ ഭൂരിപക്ഷത്തിൽ പരാജയപ്പെടുത്തിയാണ് അപ്നാദൾ നേതാവ് അനുപ്രിയ പട്ടേൽ നിർണായക വിജയം നേടിയത്. मैं अन्नपूर्णा देवी ईश्वर की शपथ लेती हूँ कि मैं विधि द्वारा स्थापित भारत के संविधान के प्रति सच्ची श्रद्धा और निष्ठा रखूंगी. 2ാം നരേന്ദ്രമോദി സർക്കാരിൽ വിദ്യാഭ്യാസ സഹമന്ത്രിയായിരുന്നു അന്നപൂർണ ദേവി. ജാർഖണ്ഡിലെ OBC വോട്ട് ബാങ്ക് ഏകീകരിക്കാൻ ഇവർ നടത്തിയ ശ്രമങ്ങൾ ഏറെ പ്രശംസ പിടിച്ചുപറ്റിയിരുന്നു. मैं शोभा करंदलाजे ईश्वर की शपथ लेती हूँ कि मैं विधि द्वारा स्थापित भारत के संविधान के प्रति सच्ची श्रद्धा और निष्ठा रखूंगी. ശക്തമായ നിലപാടുകളിലൂടെ ശ്രദ്ധേയയായ ശോഭ കരന്തലജെ കഴിഞ്ഞ മന്ത്രിസഭയിൽ കൃഷി കർഷക ക്ഷേമ സഹമന്ത്രിയായി സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. 3 തവണ തുടർച്ചയായി പാർലമെന്റ് അംഗമാണ് കർണാടകയിൽ നിന്നുള്ള ശോഭ കരന്തലജെ. मैं रक्षा निखिल खड़से ईश्वर की शपथ लेती हूँ कि मैं विधि द्वारा स्थापित भारत के संविधान के प्रति सच्ची श्रद्धा और निष्ठा रखूंगी. മഹാരാഷ്ട്രയിലെ റാവർ ലോക്സഭാ മണ്ഡലത്തിൽ നാഷണലിസ്റ്റ് കോൺഗ്രസ് പാർട്ടി സ്ഥാനാർത്ഥിയെ 2 ലക്ഷത്തിലധികം വോട്ടുകൾക്ക് പരാജയപ്പെടുത്തിയാണ് രക്ഷാ നിഖിൽ ഖഡ്സെ പാർലമെന്റിലെത്തിയത്. മധ്യപ്രദേശിലെ ധർ ലോക്സഭാ മണ്ഡലത്തിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ 2 ലക്ഷത്തിൽ അധികം വോട്ടുകൾക്കാണ് സാവിത്രി താക്കൂർ പരാജയപ്പെടുത്തിയത്. നാരീശക്തിയുടെ കരുത്തുമായി 3ാം നരേന്ദ്രമോദി സർക്കാരിലും ഇവർ മികവു കാട്ടും എന്ന കാര്യത്തിൽ സംശയമില്ല. ന്യൂസ് ഡെസ്ക്, ജനം.